വിവാദങ്ങൾക്കിടെ കോട്ടയം ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കുന്ന പരിപാടി ഇന്നാണ്. ഇന്നലെ പെരുന്നാസ്ഥാനത്ത് മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അനുമതി നിഷേധിച്ചിരുന്നു. ഉപരാഷ്ട്രപതിയുടെ പരിപാടി മുൻകൂട്ടി അറിയിക്കാത്തതിനെ തുടർന്നായിരുന്നു അനുമതി നിഷേധിച്ചത്. അതേസമയം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് മാത്രമാണ് അനുമതി നൽകാത്തതെന്നും NSS ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നുമായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. NSSന്റെ എല്ലാ സംവിധാനങ്ങളും ഉപരാഷ്ട്രപതിയുടെ വരവിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന് സാങ്കേതികമായ ഒരു ബുദ്ധിമുട്ടും NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ പോയിട്ട് ഇപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണം ഉപരാഷ്ട്രപതിക്ക് എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ എന്നുള്ളതൊരു ചോദ്യം. രണ്ടാമത്തേത്, നേരത്തെ തന്നെ അത്തരം പരിപാടികൾ നടത്തുന്നതിനോട് NSSന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരു സമാധി സ്ഥലമാണ്. അവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറുക, നായയെ കൊണ്ടുവന്ന് സ്മെല്ല് ചെയ്യിപ്പിക്കുക, പരിശോധിക്കുക, ഡോഗ് സ്ക്വാഡൊക്കെ വരിക, അതൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഒരു പരിപാവനമായ സ്ഥലമായിട്ട് കണക്കാക്കുന്നു എന്നത് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ ഇന്ന് രാഷ്ട്രപതി എത്തുന്നുണ്ട്. പെരുന്നയിലെത്താനുള്ള സാധ്യതയില്ല അല്ലേ? തീർച്ചയായും ഡോക്ടർ കുമാരൻകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് പ്രശ്നം. അതായത് ഇതിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പുഷ്പാർച്ചന നടത്തുന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് കയറി അതിന്റെ പരിശോധന, അതായത് ഏറ്റവും ആദ്യം ഇന്നലെ ഈ അനുമതി നിശ്ചയിച്ച കാര്യമെന്ന് പറഞ്ഞാൽ രാവിലെയാണ് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസുകാർ പോലും ജില്ലയിലെ പോലീസ് മേധാവികൾ പോലും അറിയുന്നത്. അത്തരത്തിൽ അവർ അവിടേക്ക് എത്തുകയും നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ സമാധിയുടെ ഭാഗത്തേക്ക് അവിടെ പരിശോധന നടത്തുമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം കയറി പരിശോധന നടത്തുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അത്തരത്തിൽ അത് ജനറൽ സെക്രട്ടറി ആയാലും പോലും മുൻപുള്ള ജനറൽ സെക്രട്ടറിമാരായാലും അതൊന്നും അനുവദിക്കാറില്ല എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് വിഷയങ്ങൾ യാതൊരു എതിർപ്പും പറയുന്നില്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന NSS ആസ്ഥാനത്തിന്റെ കുറച്ചപ്പുറം മാറി കാണുന്ന കുറച്ച് ദൂരത്തേക്ക് ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ വിഡിജൻ സെഞ്ചിത്ത് കളത്തിപ്പടി കാണിക്കും. ആ മതിൽക്കെട്ടിനപ്പുറം, ആ കാണുന്ന മതിൽക്കെട്ടിനപ്പുറത്താണ് ഈ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി വന്ന് ഇറങ്ങാൻ പോകുന്നത്. അവിടെ ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിനൊന്നും അനുമതി നിഷേധിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഈ മന്നം സമാധിയിൽ വന്നുകൊണ്ട് ഈ പുഷ്പാർച്ചന നടത്തുന്നതിന് അത് നേരത്തെ കൃത്യമായി അറിയിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിലേക്ക് ഈ പറയുന്നത് പോലെ തന്നെ അതിന് സുരക്ഷാ സംവിധാനങ്ങളും അതിന്റെ പരിശോധന നടത്തുന്നതിലേക്കുള്ള ബുദ്ധിമുട്ട് ഉപരാഷ്ട്രപതിയാണ്. സ്വാഭാവികമായും പോലീസിന് സാധാരണ ആളുകൾ കയറി സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന പോലെ നടത്താൻ പോലീസിനെ കൊണ്ടും കഴിയില്ല. അവർക്ക് അതിന്റെ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണം. പക്ഷേ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ മനസ്സിലാ. കൃത്യമായ എല്ലാ സൗകര്യം ഒരുക്കി കൂടെ നമ്മൾ ഇതിന് തൊട്ടപ്പുറത്ത് കൃത്യമായി പോലീസ് പരിശോധനകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അവരവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണവും അവിടെ ഒരുക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എന്തായാലും ഇന്നിപ്പോൾ ഇത്രയും ഒരു ചെറിയ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇന്ന് ആ പരിപാടി നടക്കുകയാണ്. ഇത് ഇന്ന് ഉച്ചയ്ക്കോട് കൂടി തന്നെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി അടക്കം എത്തും. മറ്റു പരിപാടികൾ പോകും. എന്തായാലും ഈ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 100 മീറ്ററോളം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. പക്ഷേ സാധാരണ രീതിയിൽ ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ രാവിലെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും എത്തി ഒരു അത്യാവശ്യം എവിടെയെങ്കിലും വന്ന് പരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യമില്ല. സാധാരണ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അഖിൽ.